പെട്ടെന്നൊന്നും കണ്ടു തീർക്കാവുന്ന ഗ്രാമങ്ങളല്ല ഇടുക്കിയിലേത്. ഇടുക്കിയിലെ ഉദയഗിരിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന കുറേ നല്ല ഗ്രാമങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. പ്രകാശ്, കരിക്കൻമേട്, ഇരട്ടയാറ്, അങ്ങനെ നീളുന്നു ഗ്രാമങ്ങളുടെ പട്ടിക. അപ്പോൾ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചയിലോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇടുക്കിയിലാണുള്ളത്. നമുക്ക് ഇടുക്കിയിൽ ഇന്ന് ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഉദയഗിരി, പ്രകാശ്, ഇരട്ടയാറ്, തോവാള എന്നൊക്കെ പറഞ്ഞ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ ഉദയഗിരി പോയിട്ട് ഉദയഗിരി പള്ളിയും പിന്നെ അവിടുത്തെ ഒരു കരിക്കൻമേട് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല സ്ഥലങ്ങൾ ഇടുക്കിയിലെ കണ്ടാലോ. അപ്പോൾ നമുക്ക് ഈ ഓരോരോ കാഴ്ചകൾ കാണാൻ വേണ്ടി ഏകദേശം ഒരു 7:45 ഉള്ളൂ നമുക്ക് യാത്ര ചെയ്യാം. അപ്പം ഈ ഒരു ഗ്രാമത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. വാ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദയഗിരിയിലാണ്. നമ്മുടെ പുറകേക്കാണ് കേട്ടോ ഉദയഗിരി പള്ളി. ചുറ്റുപാടൊക്കെ ഭയങ്കര രസമാട്ടോ. ഭയങ്കര മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ പള്ളിയുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഉദയഗിരിയുടെ ഒരു പള്ളിയുടെ ആണെന്ന് അറിയില്ല, ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ. ഉദയഗിരി പ്രീമിയർ ലീഗ് എന്ന് വെച്ചാൽ ലീഗൊക്കെ നടക്കുന്ന ദിവസമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഈ ഒരു തേയിലത്തോട്ടത്തൊക്കെ നോക്കിക്കാണാം കേട്ടോ. പള്ളിയോട് കയറി പോണേ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു നല്ല രസം കേട്ടോ. ഈ ഇടുക്കി ജില്ലയിലെ പള്ളികളെല്ലാം തന്നെ ഇതുപോലെ ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. ഈ പള്ളിയുടെ മുകളിൽ നിന്നാൽ ഇവിടെ മൊത്തം കാണാൻ പറ്റും കേട്ടോ. അത്രയും ഭംഗിയായിട്ടാണ് ഓരോ പള്ളികളാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും നിർമ്മിച്ചേക്കുന്നത്. ഇനി ഉദയഗിരി നമ്മൾ പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഉദയഗിരി എന്ന് പറയുന്നത് നല്ലൊരു കുന്നിൻ്റെ മുകളിലാണുള്ളത്. ഇതിൻ്റെ താഴെയാണ് മറ്റ് പട്ടണങ്ങളെല്ലാം ഉള്ളത് കേട്ടോ, ഹൈ റേഞ്ചിൽ. ഇനി നമ്മളിവിടുന്ന് നേരെ ഇരട്ടയാറ് പോയിട്ട് ഇരട്ടയാറിൽ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണും. പിന്നെ ഇവിടെ ഒരു കരിക്കൻമേട് എന്നൊരു മേടുണ്ട്. ആ മേടിൻ്റെ കാഴ്ചകൾ കാണും. രാവിലെ വെയിലുണ്ടെങ്കിലും ഒട്ടും വെയിൽ ചൂടില്ല കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയാണ്. നല്ല രസമാണ്. നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കണം കേട്ടോ. ഈ പള്ളിയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ അവിടെ വെയിലാണ്. അവിടെ നിന്ന് വെയിലടിക്കണം കേട്ടോ. നമ്മളെ തേയിലത്തോട്ടങ്ങളൊക്കെ അവിടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന സെൻറ്റ് മേരീസ് UP സ്കൂൾ ഉദയഗിരി കേട്ടോ. ഇതൊരു പഴയ കാലത്തെ ഒരു കെട്ടിടം കേട്ടോ. അതുകൊണ്ടോ അതൊരു പഴയ കാലത്തെ കെട്ടിടമാണ്. പക്ഷേ രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാണാൻ വേണ്ടി. ഇവിടെ മുറ്റത്ത് വെട്ടി നിർത്തിയാണ് നല്ല രസമുള്ളൊരു സ്റ്റഡി കേട്ടോ. ഉദയഗിരി ഹൈ റേഞ്ചിലെ അത്യാവശ്യം ഉയരമുള്ള ഒരു സിറ്റിയാണ്. ഈ ഉദയഗിരിക്ക് താഴെയാണ് മറ്റ് സിറ്റികളൊക്കെ വരുന്നത്. നമ്മൾ ഇവിടുന്ന് ഇനി പോയാൽ ഇനി പ്രകാശമുണ്ട് തൊട്ടടുത്തായിട്ട്. തോപ്രാംകുടി, തോപ്രാംകുടിയുടെ വീഡിയോ നമ്മൾ വേറൊരു ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ഉദയഗിരിക്ക് അടുത്തായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും ഉദയഗിരി പള്ളി എത്ര മനോഹരമാണല്ലേ. ഒരു മലയ്ക്ക് മുകളിലായിട്ട് കണ്ടോ. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഫുള്ള് മലയാണ്. ഇനി ഇതിൻ്റെ ഈ പള്ളിയുടെ മുകളിലായിട്ട് തൊട്ട് മുന്നിലായിട്ട് ഒരു കുരിശുമലയുണ്ട്. അതുകൊണ്ട് അത് പോയി കാണാം കേട്ടോ. ഈ ഉദയഗിരിയിൽ ഉള്ള തേയിലത്തോട്ടങ്ങളെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഇതുണ്ടോ, ഇത് നമ്മുടെ ആ കുരിശുമലയുടെ തൊട്ട് അടിവാരത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്ന മെറ്റലിൽ നിന്ന് ഒരു നഴ്സറി ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം ഒരു കാർഷിക നഴ്സറിയാണ്. ഇഷ്ടംപോലെ ഫ്ലവേഴ്സൊക്കെ അവിടെ ഉണ്ട്. അവിടെ പോയാൽ അത്യാവശ്യം എല്ലാ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് ഉദയഗിരി പള്ളിയുടെ സൈഡിലായിട്ടുണ്ടോ ചെറിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി അവിടെ ഉദയഗിരി പ്രീമിയർ ലീഗ് നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടാലോ. പള്ളിമുറ്റത്ത് നല്ലതായിട്ട് ക്രിക്കറ്റ് കളി കാണാം കേട്ടോ. നമ്മുടെ തൊട്ടുപുറയിലായിട്ട് ഒരു ഉദയഗിരി പ്രീമിയർ ലീഗ് എന്ന ലീഗ് നടക്കുകയാണ്. അത്യാവശ്യം നമ്മുടെ ലോ റേഞ്ചിൽ നിന്ന് ഹൈ റേഞ്ചിൽ നിന്നുള്ള നല്ല നല്ല പ്ലേയേഴ്സ് എല്ലാം ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഉദയഗിരി പ്രീമിയർ ലീഗിന് വേണ്ടി ടീംസുകളായ തോമസ് ജെയിംസ് കൂടെ നമ്മുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ അൻസാരി. ഇപ്പം നിൽക്കുന്നത് ഉദയഗിരി ടൗണിലാട്ടോ. ആ കണ്ടോ, ആ മലയാണ് ഇവിടുത്തെ ഒരു കുരിശുമല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ കുരിശുമല കാണാൻ വേണ്ടി ഞാൻ കൂടെ പോകാട്ടോ. അപ്പോൾ അതേ ദൂരെ കാണുകയാണ് നമ്മുടെ കുരിശുമല ടവറിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇത് ചെറിയൊരു മുട്ടക്കുന്ന് പോലെയുള്ള ഒരു മലയാട്ടോ. ഈ മലയുടെ മേളിൽ കയറി എന്നാൽ നമുക്ക് ആ ഉദയഗിരി ടൗൺ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നല്ല രസമാണ്. എന്തായാലും ഞങ്ങൾ ആ റൂട്ടിൽ നിന്നുള്ളൂ കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഉദയഗിരിയിൽ നിന്ന് ഇനി നമുക്ക് പോകാനുള്ള ഇവിടുന്ന് ഒരു 3-5 കിലോമീറ്റർ അപ്പുറം, പ്രകാശിനൊക്കെ അപ്പുറമായിട്ട് കരിക്കൻമേട് എന്ന സ്ഥലമുണ്ട്. അങ്ങോട്ട് യാത്ര ചെയ്യാം. നമ്മുടെ ചുറ്റും ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. നല്ല രസമാണ് ഇവിടെ ഹൈ റേഞ്ചിൽ. ഇപ്പം അത്യാവശ്യം നല്ല കാലാവസ്ഥയുണ്ട്. രാവിലെയൊക്കെ നല്ല തണുപ്പാട്ടോ. കണ്ടോ, നല്ല അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്.
പ്രകാശ് വളരെ ചെറിയൊരു സിറ്റിയാണ്. നമ്മുടെ ഈ കാണുന്ന വഴി കണ്ടോ, ഒന്ന് നമ്മുടെ തങ്കമണിയിലേക്കുള്ള റോഡും ഒന്ന് ഉപ്പുതറയ്ക്കുള്ള റോഡും. നമ്മൾ ഉപ്പുതറയ്ക്കുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ കരിക്കൻമേടിന് പോകുന്നത്. കരിക്കൻമേട് പിന്നെ പരുന്തുംപാറ എന്നൊക്കെ പേരൊക്കെ ഉണ്ടോ ഇവിടെ ഉള്ളവർ വിളിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ വഴി നേരെ അങ്ങോട്ട് പോകാം. ഇതുകൊണ്ട് ഇത് ഈ റോഡിൻ്റെ ഫ്രണ്ടിലൊരു വലിയൊരു മരം നിന്നാട്ടോ കേട്ടോ, അത് വെട്ടിക്കളഞ്ഞു പ്രകാശിൽ. ഇപ്പോൾ ഇവിടെ റോഡ് പുതിയതായിട്ടൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഭയങ്കര മോശമായിരുന്നു വഴി. നമ്മൾ താഴത്തോട്ട് വഴിയില്ല, നമ്മൾ റൈറ്റിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അത് താഴത്തോട്ട് കാണുന്ന വഴി തങ്കമണി കേട്ടോ, തങ്കമണിക്ക് പോകാനുള്ള വഴിയാണ്. നമ്മൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രകാശിൽ നിന്ന് വന്ന വഴിയാട്ടോ. ആ വഴി ഇങ്ങനെ വരുമ്പോൾ കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രൊജക്ട് നമ്പർ 9 എന്നൊക്കെ പറഞ്ഞ് ഇതുണ്ടോ. അപ്പോൾ ഈ വഴി അങ്ങോട്ട് കയറി പോകണം നമുക്ക്. ഈ വഴി കുറച്ച് വണ്ടി പോകുന്ന പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം എത്രത്തോളം വണ്ടി പോകുന്നുള്ള കാര്യം. കഷ്ടി ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ കേട്ടോ, കണ്ടോ അങ്ങനത്തെ ഏരിയയാണിത്. നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിലോട്ട് ഇങ്ങനെ ചെറിയ വഴിക്കട കയറി പോകണം കേട്ടോ. ചുറ്റും ഇങ്ങനെ കാപ്പിത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെയാണ്. ഈ കരിക്കൻമേട് അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ. ബൈക്കിനാണെങ്കിൽ കുഴപ്പമില്ല, സുഖമായിട്ട് കയറി പോരാം. പിന്നെ വണ്ടിക്കിനാണെങ്കിൽ അവിടെ നിന്ന് ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ വെച്ച് സൈഡ് കൊടുക്കാൻ വെച്ചിട്ട് പാടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്, നമുക്ക് ആ ചേട്ടനൊന്ന് ചോദിച്ചു നോക്കാം വണ്ടി അവിടെ വരെ പോകുന്നു, അല്ലെ പിന്നെ പണിയാവും. ചേട്ടാ ഈ കരിക്കുമേട് വരെ വണ്ടി പോവോ? കരിക്കുമേട് വരെ വണ്ടി പോവോ? ആ ഓക്കെ, ആ മേട് വരെ ആ മറ്റേ മേളില് പോലെ കയറണ്ടോ? വരാന്നല്ലേ. ചേട്ടന്റെ പേര് എങ്ങനെയാ? എന്റെ പേര് ഡൊമിനിക്ക്. ഡൊമിനിക്ക. ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ? അല്ല, എന്റെ വീട് ഇവിടെ ഇവിടെ അല്ലേ? ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഇത് എന്റെ ഇവിടെ ഇങ്ങനെ ചെരുവല്ലേ ഭയങ്കര. ഇത് പാറയല്ലേ ഏട്ടത് ശരിക്കും? ഇതിപ്പോ താഴോട്ട് പാറയുണ്ട്. ആ പാറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ലേ, ആ അക്കരെ കാണുന്ന മലയില്ലേ. ഇപ്പൊ ഈ ചേട്ടൻ ഈ പരുന്തുംപാറ എന്ന് പറഞ്ഞാൽ ഇവിടെ പരുന്ന് കൂട് കൂട്ടുന്ന സ്ഥലമായതാണോ ഇങ്ങനെ പരുന്തുംപാറ ഇവിടെ ഈ കരിക്കുമേടിന്റെ പേര് പറഞ്ഞത്? 10-40 വർഷമായിട്ട് നിലവിലുള്ളത് ആണോ പരുന്ത്? പരുന്തുള്ള അങ്ങനെ പരുന്തിനെ അങ്ങനെ കാണാമോ നമുക്ക്? അങ്ങനെ കാണത്തില്ല അല്ലേ? കാണാവോ? ഇവിടെ പോയി ഇപ്പോഴും പരുന്നുണ്ടോ അവിടെ പോയാ? അവിടെ ഉണ്ടല്ലേ. ചില സമയത്ത് ഇതിലെ ഇറങ്ങും. അത് ഈ ഇര പിടിക്കാനായിട്ട് ഇറങ്ങുന്നത് നിങ്ങൾ. ഇത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു പരുന്ത് അതിൻ്റെ കൂടിനകത്ത് കാലുണ്ടാവും. അത് കഴിഞ്ഞ് മറ്റുള്ള പരുന്ത് വന്ന് കഴിയുമ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് ഈ കൂടിൽ ഉള്ള ആൾക്കാർ പോകും. അങ്ങനെയാണ് എൻ്റെ. ഓ അങ്ങനെയാണ് ഇവിടെ പരുന്തുംപാറ പേര് വന്നത്. അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ചെരിഞ്ഞ് പാറ തന്നെ വെട്ടി പോയതാ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ കൂട് വെച്ചേക്കുന്നത്. അപ്പം മഴയോ കാറ്റോ ഒന്നും ഇതിങ്ങൾക്ക് ബാധമാവുകയില്ല. വലത്തേക്കൊരു വഴിയുണ്ട്, അതിലേ പോലെ കേട്ടോ. നമ്മൾ ഈ ഇടത്തേക്കുള്ള വഴിയാ പോകുള്ളൂ. ചെറിയ വീതി കുറഞ്ഞിട്ടുള്ള വഴിയായിട്ടത് മൊത്തം. അയ്യോ ഇതെങ്ങോട്ടാ പോണേ? ദുനിയാവിലോട്ട് പോകണം നമ്മള്. അമ്പോ മാലിന്യം നിക്ഷേപിക്കരുത്. അങ്ങനെ നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഈ ഒരു അപ്പാര സ്ഥലം കേട്ടോ, അന്തമാതിരി വ്യൂ പോരാ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇടുക്കിയിൽ ഇതുപോലെ അറിയപ്പെടാതെ കിടക്കുന്ന എത്ര സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാണെന്നറിയോ? നമ്മൾ പാണ്ടിപ്പാറയില്ലേ, പാണ്ടിപ്പാറയിൽ നമ്മൾ ടൂറിസ്റ്റ് പാറയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്തില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മലയാണ് ഈ ഒരു കരിക്കിൻമേട്. അമ്പോ കണ്ടോ, ഓ എന്നാ ഒരു താഴ്വാരാ നോക്കണ്ടോ. അമ്പോ നമ്മുടെ ഇടുക്കി ഡാമിലൊക്കെ വെള്ളം കിടക്കുന്ന ആ മലയ്ക്ക് അപ്പുറം കേട്ടോ, കണ്ടോ. അതെ, ഇത് പാണ്ടിപ്പാറ പള്ളി നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. കണ്ടോ എത്ര മലകളാണെന്നുണ്ടോ? 1, 2, 3, 4 മല. പാണ്ടിപ്പാറ തന്നെ, പാണ്ടിപ്പാറ പള്ളി ഈ കാണുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇരുവുട്ടി എന്ന സ്ഥലത്തോട്ട് വരുന്ന വഴിയാണിത്. ഇതിലെ നമുക്ക് കാമാക്ഷിക്ക് വേണമെങ്കിൽ പോകാം കേട്ടോ, തങ്കമണിക്ക് വേണമെങ്കിൽ പോവാം. എന്തായാലും ഈ കാണുന്ന പാണ്ടിപ്പാറ പള്ളി ഇല്ലേ കണ്ടോ, ഇതിൻ്റെ ഇപ്പുറം കിടക്കുന്ന സ്ഥലം കണ്ടോ ഇവിടെ, അതാണ് നമ്മുടെ ഇടുക്കി ഡാമിലെ ആർഷി ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന സ്ഥലമായിട്ടത്. ആ മലയ്ക്കപ്പുറം കുറുവനും കുർത്തിമലയാണ് അപ്പുറത്ത് കാണുന്നത്. എന്തായാലും കിട്ടില്ല. ഞാൻ അവിടെ നിന്നുള്ള ആ പാണ്ടിപ്പാറ എന്നുള്ള ഈ ഒരു മലയുടെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിനി ഈ ഒരു മലയുടെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് വണ്ടി കൊണ്ട് പോകാം കേട്ടോ. നമുക്ക് വണ്ടി കൊണ്ട് താഴത്തോട്ട് ഇറങ്ങി പോകാം.
പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു കരിക്കിൻമേട് വരണം കേട്ടോ. നല്ല രസമുള്ള ഒരു സമാധാനപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി ഡ്രൈവ് ചെയ്ത് ഈ ഒരു മലയുടെ മേളിൽ വരെ യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത. എന്തായാലും എല്ലാവരും വളരെ സേഫായിട്ട് വന്ന് കണ്ടിട്ട് പോവുക. നമുക്ക് അപ്പുറം വരെ പോവാം. ഓക്കെ, ഇങ്ങോട്ട് അത്യാവശ്യം കാറൊക്കെ കയറി പോരും കേട്ടോ. പിന്നെ അടി തട്ടുന്ന സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഈ പാറപ്പുറത്തോട്ട് കയറാം കേട്ടോ. അപ്പോൾ നമ്മളിതാണ് ഈ മേടിൻ്റെ മേളിൽ ഏറ്റവും മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ചുറ്റും ഇങ്ങനെ കുന്നുകളും താഴ്വാരകളും മാത്രമേ ഉള്ളൂ. വരുവാണെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് വരുന്നതായിരിക്കും നല്ല കേട്ടോ. അല്ല, നല്ല വെയിലായിരിക്കും വെയിലുള്ള സമയത്ത്. പിന്നെ വൈകിട്ടാണ് അത്യാവശ്യം നല്ല കാലാവസ്ഥ വരുന്നത്. 4 മണിക്ക് ശേഷം വരുവാണെങ്കിൽ നല്ല രസമുള്ള കാലാവസ്ഥയായിരിക്കും. നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വന്നാൽ പിന്നെ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ വന്നാൽ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല ഒരു വ്യൂ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇടുക്കി ജില്ലയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു റെക്കമെൻഡഡ് സ്ഥലം തന്നെയാണ് ഈ ഒരു കരിക്കുമേട്. ലിയോങ്കുട്ടറും ചേട്ടായും കൂടെ താഴത്തോട്ട് ഇറങ്ങിപ്പോയിട്ടോ. ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ ആ മലയ്ക്ക് മേളിൽ തന്നെ നിന്നുള്ളൂ. അപ്പോൾ ഇതുണ്ടോ, ഇത് ഫുള്ളൊരു പാറയാട്ടോ, വലിയൊരു പാറയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കാമാക്ഷി കഴിഞ്ഞിട്ട് പാണ്ടിപ്പാറ പള്ളിയുടെ അവിടെ നോക്കിയാൽ കാണുന്ന വലിയൊരു മലയെന്ന് പറഞ്ഞില്ലേ. കാരണം ഈ മലയുടെ ഒരു സൈഡിൽ കണ്ട ഒരു വെട്ട്, ഈ ഒരു വെട്ടിനകത്താണ് നോക്കുക ഈ പരുന്നൊക്കെ കൂട് കൂടുന്നുണ്ട്. ആ ചേട്ടൻ പറഞ്ഞില്ലേ പരുന്നും പാറ. ഞങ്ങൾ പരുന്നിനെ കുറേ നോക്കി, പക്ഷേ പരുന്നിനെയൊന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും പരുന്നിനെയൊക്കെ കാണുവാണെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വേറെ കഥകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. പാൽക്കുളമേട് മല കേട്ടോ. പിന്നെ ഇവിടെ ഈ ഏരിയയിൽ ഫുള്ള് മൂന്നാർ ഏരിയ കേട്ടോ. ഇങ്ങോട്ട് അങ്ങേ കാണുന്ന മലകളൊക്കെ അതൊക്കെ മൂന്നാർ സൈഡാണ്. ഈ ഡാമിൽ വെള്ളം കിടക്കണ്ടോ, സൂം ചെയ്യാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. എത്രയോ അകലെയാണ് നമ്മൾ നിൽക്കുക കേട്ടോ. തൊട്ട് മുന്നിൽ കാണുന്ന ഈ മെഷീൻ കണ്ടോ, ഇത് വിറക് കയറുന്ന മെഷീൻ കേട്ടോ. അതിൻ്റെ ഇടയ്ക്കോട്ട് വിറക് വെക്കുക, സ്വിച്ച് ഇടുക, അതേപോലെ എന്താ എത്ര എളുപ്പമാണ്. ഏലക്ക വളർന്ന സ്ഥലമാണ് ഇതൊക്കെ. അത് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ഭയങ്കര ഓണടി. ഞാൻ നോക്കിയപ്പോൾ ഒരു മന്ത്രി എന്ത് സ്പീഡിലാണ് പോണേന്ന് അറിയാം. ഇത്ര സ്പീഡിൽ എന്തിനാണ് പോണേന്ന് എനിക്കറിയില്ലാത്ത. എന്തായാലും ആരായിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, മുതിർന്ന ഉദ്യോഗസ്ഥരായിക്കോട്ടെ, റോഡിൽ കൂടെ പോകുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ചങ്ങ് പോയാൽ കുഴപ്പമില്ലല്ലോ. മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ലല്ലോ. അങ്ങനെയല്ലേ വേണ്ടേ. നമ്മൾ മന്നാക്കുടി എന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഭയങ്കര രസമുള്ള സ്ഥലമാട്ടോ. നമ്മളെ പാമ്പാടുംപാറ മലനിരകളാട്ടോ നമ്മുടെ മേളിൽ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കല്ലാറിൽ നിന്ന് വെള്ളം കൊണ്ടുതന്നെ ഒരു തുരങ്കമുണ്ട്. അതായത് ഇരട്ടിയാറിലോട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് ഇരട്ടിയാറിൽ നിന്ന് വീണ്ടും ഒരു തുരങ്കം വഴിയാണ് നമ്മൾ ഇടുക്കി ഡാമിലേക്ക് നമ്മുടെ അഞ്ചുരുളി ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഒരു ആലോചിച്ച് പെറുക്കിയാണ് ഓരോ കാര്യങ്ങൾ ഇടുക്കി ഡാമിലായിട്ടുള്ള വെള്ളം വരുന്നത് നോക്കി. ഈ ഇടുക്കിയുടെ ഏത് ഭാഗത്ത് മഴ പെയ്താലും വെള്ളം ഇടുക്കി ഡാമിലോട്ട് എത്തണം. അപ്പം അതിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തേക്കുന്നത് കേട്ടോ. എന്നാൽ നമുക്ക് ഇത് അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്ത ഒരു തുരങ്കം കേട്ടോ. ഈ ഒരു നാട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു തുരങ്കമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു തുരങ്കം ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. പിന്നെ ഇവിടെ മാലിന്യം നിക്ഷേപിക്കൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മന്നാക്കുടി വന്നിട്ട് മന്നാക്കുടിയിൽ നിന്നൊരു ജസ്റ്റ് ഒരു വഴിയുണ്ട്. ഒരു 10-200 മീറ്ററോളം നമ്മൾ നടന്നു പോയാൽ ഈ പറഞ്ഞ തുരങ്കത്തിന് അവിടെ എത്തിച്ചേരാൻ പറ്റും. എന്തായാലും അത് നല്ലൊരു കാഴ്ചയാണ്. എന്നിട്ട് നിങ്ങൾ ഞാൻ ഇരട്ടിയായിട്ടുള്ള ആ തുരങ്കം കൂടെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അത് നേരെയാണ് അഞ്ചുരുളിക്ക് പോയി ചാടുന്നത്. കാരണം ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ സൗണ്ട് വെക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലം കേട്ടോ. കണ്ടോ, കോൺക്രീറ്റ് വഴിക്കോടെയാണ് നമ്മൾ ഇറങ്ങിപ്പോയത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടുകൾ ഇടുക്കിയിലുണ്ട് കേട്ടോ. അതുപോലെയാട്ടോ ഇവിടെ മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക ഫുള്ളായിട്ട്. ഇപ്പം എവിടെയാണ് ഈ തുരങ്കം വന്ന് ചാടുന്നത് കേട്ടോ. ഒരു കിടുക്കാച്ചി സ്ഥലം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് ഇവിടെ. അയ്യോ, എങ്ങോട്ടോ, ഇത് ഫുള്ളാണ്. ഈ വെള്ളം എല്ലാം ഇടുക്കി ഡാമിലോട്ട് പോണ വെള്ളം. തുരങ്കം കണ്ടോ, അതാണ് നമ്മുടെ കല്ലാറിൽ നിന്ന് വരുന്ന തുരങ്കമാണത്. അത് നേരെ വന്നിട്ട് ഇവിടെ ഈ മന്നാക്കുടി വന്നിട്ടാണ് അവസാനിക്കുന്നത് കേട്ടോ. അത് വലിയ പാറ തുറന്നാണ് തന്നെ. ഈ മലയ്ക്കുള്ള അപ്പുറം മല നമ്മുടെ നെടുങ്ങണ ഭാഗം കേട്ടോ, കല്ലാറൊക്കെയാണ്. എന്തായാലും കൊള്ളാലെ, എത്ര ചിന്തിച്ചാലേ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്തേക്കണം ഇടുക്കി ഡാമിലോട്ട് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി. ഒരു നല്ലൊരു കാഴ്ച കേട്ടോ അത് ശരിക്കും. അപ്പോൾ ഏകദേശം 3.5 കിലോമീറ്ററോളം പാറ തുരന്ന കല്ലാറിൽ നിന്ന് വെള്ളമാണ് ഈ ഒരു മന്നാക്കുടി എന്ന സ്ഥലത്ത് വന്ന് വീഴുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആകാശ ദൃശ്യം ഒന്ന് കാണാം കേട്ടോ. ഈ ഒരു തുരങ്കം ശരിക്കും പാമ്പാടും ചോല മലനിരകൾ തുരന്ന് മന്നാക്കുടി എന്ന സ്ഥലത്തേക്ക് വരുന്നതാണ്. ഏകദേശം 3-3.5 കിലോമീറ്ററോളം പറഞ്ഞില്ലേ ആ തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇടുക്കിയെ തന്നെ
പല സ്ഥലങ്ങളിൽ പെയ്യുന്ന മഴവെള്ളത്തെ എല്ലാം തന്നെ ഇടുക്കി ഡാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. എന്തായാലും നമ്മൾ ഇടുക്കിയുടെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പല ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാഴ്ചകളെ കാണാൻ പറ്റും. ഈ തുരങ്കം അധികം ആൾക്കാർ കണ്ടിട്ടില്ലാത്തൊരു തുരങ്കമാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം നേരെ പോകുന്നത് ഇനി ഇരട്ടിയാറിലേക്കാണ്. നമുക്ക് ഇരട്ടിയാറിൽ പോയിട്ട് ഇരട്ടിയാർ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിൽ കൂടി കാണാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വെള്ളത്തിലിറങ്ങല്ല. അത്യാവശ്യം നമുക്കറിയത്തില്ല വെള്ളം എങ്ങനെ ഒഴുകണമെന്നുണ്ടോ. മഴക്കാലത്തൊക്കെ വന്നാൽ നല്ല വെള്ളമുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനി ഈ വെള്ളം നേരെ ഇരട്ടിയാറിലേക്കല്ലേ വരണം. അപ്പം നമുക്ക് ഇരട്ടിയാറിന് മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ട് ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. ഈ തുരങ്കത്തിക്കട വരുന്ന വെള്ളം നമ്മളിപ്പോൾ കണ്ടോ ഈ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടി നേരെ ഇരട്ടിയാറിന് പോവാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തൂടി തന്നെയാണ് ഈ ഒരു വെള്ളത്തിൻ്റെ യാത്ര കേട്ടോ. ഈ ഒരു പാലം ഇരിക്കുന്ന എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും തോവാളയ്ക്കൊക്കെ മുമ്പാണ് ഈ ഒരു പാലം ഉള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാണ് നമ്മുടെ ഇരട്ടിയാർ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇരട്ടിയാർ എത്തിയ ഒരു വലിയ തോവാള പാലവും പിന്നെ ഇരട്ടിയാർ പാലം എന്ന് 2 പാലമൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിൽ നേരെ നമ്മുടെ അഞ്ചുരുളി ഭാഗത്തേക്കുള്ള തുരങ്കത്തേക്ക് എത്തുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നമ്മളിനി മുന്നിലുള്ളത്. എന്തായാലും നമുക്ക് ഓരോരോ കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് പോകാം. ഡ്രോൺ പറക്കുന്ന കണ്ടിട്ട് കാക്കകളെല്ലാം ഇളകി കേട്ടോ. എന്നാലും ഇവയ്ക്ക് അടുത്ത് വരാൻ പേടിയാണ്. കുറച്ച് നേരം പറഞ്ഞിട്ടങ്ങ് മാറി. തുരങ്കത്തിലെ വെള്ളം ഇവിടെ ഈ ഒരു പാലത്തിലോട്ടോ വന്നെ. ഇതിൻ്റെ അടുത്ത പാലമാണ് നമ്മുടെ താഴെ കാണുന്ന ഇനി തോവാള പാലം അല്ലെങ്കിൽ ശാന്തിഗ്രാമനോട് ഇരട്ടിയാറുള്ള 2 പാലങ്ങൾ. അതിന് മുൻപത്തുള്ള ഒരു പാലമാണ്. അവിടെ ഈ സ്ഥലത്തിൻ്റെ പേരാണോ? മാനാന്തരം പാലം അല്ലേ? ഓക്കെ, അങ്ങനെ കേട്ടോ ഈ പാലത്തിൻ്റെ പേര്. എന്തായാലും കൊള്ളാം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലുള്ള ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് 1971 രൂപീകൃതമായത്. നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഇരട്ടിയാർ പള്ളിയാണ്. ആ പള്ളിക്ക് പിറകിലായിട്ടൊരു സ്കൂളും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിറകിലായിട്ടാണ് നമുക്ക് 2 പാലമുള്ളത് കേട്ടോ. ഒന്ന് വലിയ തോവാള പാലം, ഒന്ന് ഇരട്ടിയാർ പാലമുണ്ട്. അപ്പോൾ നമുക്ക് ഈ അഞ്ചുരുളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന നമ്മുടെ ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു തുരങ്കത്തിലൂടെയുള്ള വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇരട്ടിയാർ ഏറെ പ്രശസ്തം. ഇവിടെ ഒരു ഡൈവേർഷണൽ ഡാമുണ്ട്. ഈ ഇരട്ടിയാർ പെയ്യുന്ന പല സ്ഥലങ്ങളായിട്ട് പെയ്യുന്ന വെള്ളമെല്ലാം കൂടി ഇരട്ടിയാർ ഡാം അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ഒരു പാലത്തിൻ്റെ ഇതിൽ കൂടി നേരെ അഞ്ചുരുളി ഭാഗത്തേക്ക് തുരങ്കത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ആ തുരങ്കം ഈ കാണുന്ന പാലത്തിൻ്റെ താഴ്വശത്തായിട്ടാണ്. അപ്പോൾ നമുക്കൊരു വേറൊരു വഴി ഉണ്ട് അതിലേക്കൂടെ പോകാൻ വേണ്ടി. നമുക്കതും കാണാം. കണ്ടോ, ഒരു തങ്കമണി പള്ളി സ്ഥിതി ചെയ്യുന്നതിന് കൊച്ചൊരു മലയുടെ മുകളിലാണ്. അവിടെ നോക്കിയാൽ തന്നെ നമ്മുടെ കട്ടപ്പനയുടെ മലഭാഗവും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. എത്ര സുന്ദരമായിട്ടുള്ള ഗ്രാമമല്ലേ ഇത്. ഇരട്ടിയാറ്റിലെ തുരങ്കമുണ്ട് നമ്മുടെ കല്യാണത്തണ്ട് മലനിരകൾക്ക് താഴെയായിട്ടുള്ള തുരങ്കം. ഇവിടുന്നാണ് 5 കിലോമീറ്ററോളം വന്നിട്ടാണ് നമ്മുടെ അഞ്ചുരുളിയിലേക്ക് വെള്ളം കൊണ്ടുവന്നത് ഇവിടുന്ന് കേട്ടോ. ഇതാണ് ആ കാണുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല വെള്ളമാണ് കേട്ടോ. അതല്ലേ, ഏകദേശം 5.5 കിലോമീറ്ററോളം ഈ കല്യാണത്തണ്ട് മല തുറന്നാണ് നമ്മുടെ അഞ്ചുരുളി ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്നത് കേട്ടോ. മഴക്കാലത്തൊക്കെ വന്നാൽ ഇവിടെ നല്ല വെള്ളം കേട്ടോ. എന്തായാലും നിങ്ങൾ ഇരട്ടിയാർ വരുവാണെങ്കിൽ ഈ ഒരു തുരങ്കമൊക്കെ ഒന്ന് കാണുക കേട്ടോ. അതായത് നേരെ അഞ്ചുരുളിക്ക് പോയി ആ ഭാഗങ്ങളും ഒക്കെ ഒന്ന് കാണുക. ഈ അഞ്ചുരുളി എന്ന പേര് വന്നാൽ തന്നെ 5 ഉരുളി കമത്തിയുള്ള കുന്നുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ അത് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇതുണ്ടോ, ഇത് നമ്മുടെ ഇരട്ടിയാർ പാലമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. എന്തായാലും നമ്മൾ കല്ലാർ ഭാഗത്ത് പെയ്യുന്ന ആ ഒരു വെള്ളം മൊത്തം നമ്മൾ ഈ ഇരട്ടിയാറിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു മല കല്യാണത്തണ്ട് മലയാട്ടോ. ആ മല തുറന്ന് ഏകദേശം 5.something കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 5 കിലോമീറ്റർ മേളുണ്ട്. നേരെ അഞ്ചുരുളി എന്ന ഭാഗത്തേക്ക് എത്തും. എന്നിട്ട് ഇടുക്കി ജലാശയത്തിലേക്ക് ചേരും. എത്ര മനോഹരമായിട്ടല്ലേ, അല്ലെങ്കിൽ എത്ര ചിന്തിച്ചാലേ അവരൊരു കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇടുക്കി ഡാമിലേക്ക് വരുന്ന ഓരോ വെള്ളവും പല പല ഭാഗങ്ങളായിട്ട് പെയ്യുന്ന ഈ ഒരു മഴവെള്ളത്തെ എല്ലാം നമ്മുടെ ഇടുക്കി ഡാമിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇരട്ടിയാറിൻ്റെ ഈ ഒരു ഗ്രാമം കാണിച്ചുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിലത്തെ ഗ്രാമത്തിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനിയും ഒരുപാട് ചലങ്ങളുണ്ട് ഇടുക്കിയിൽ കാണാൻ വേണ്ടി. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നാട്ടിലെ നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.